ആന എഴുന്നള്ളിപ്പിലെ പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി കെ രാജൻ. പൂരം നടത്തിയുമായി ബന്ധപ്പെട്ട കോടതി നടത്തിയ നിരീക്ഷണങ്ങളോട് യോജിക്കാനാകില്ല. ചട്ടഭേദഗതി വേണമോ മറ്റെന്തെങ്കിലും നടപടി വേണമോ എന്ന് വിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും കെ രാജൻ പറഞ്ഞു. കോടതി ഉണ്ടാക്കിയ മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല. ആന ഉടമസ്ഥരും ദേവസ്വം ബോർഡുകളും അടക്കമുള്ള പൂരത്തിൻ്റെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോട് അവർക്ക് പറയാനുള്ളത് കേൾക്കാതെയാണ് കോടതിയുടെ ഇക്കാര്യത്തിലുള്ള മാർഗനിർദ്ദേശവും നിരീക്ഷണവും ഉണ്ടായിട്ടുള്ളത്. പ്രൗഢഗംഭീരമായ പൂരം അതിൻ്റെ എല്ലാ സൗകര്യങ്ങളോടും കൂടി നടക്കണം എന്നാണ്. അത് നിലനിർത്തുന്ന കാര്യം ആലോചിക്കും. നിയമവിദഗ്ധരുമായിട്ടും മറ്റെല്ലാവരുമായിട്ടും കൂടിയാലോചന നടത്തും. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിക്കണം എന്നാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. പൂരം വിഷയത്തിൽ പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നാലേ കാര്യമുള്ളൂ എന്ന് കെ മുരളീധരനും പ്രതികരിച്ചു. പൂരത്തിൻ്റെ നടത്തിപ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നമുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്നൊരു നിയമം പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവൂ. ആന എഴുന്നള്ളത്ത് നടക്കും. കാരണം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന് ഒരാന തേക്കുംകാട് നിൽക്കുമ്പോൾ രണ്ടാമത്തെ ആനേനെ പടിഞ്ഞാറേക്കോട്ടയിൽ നിർത്താനേ പറ്റും. അങ്ങനെ പൂരം നടക്കും. ഇത് ഞാൻ പറയും വർഷങ്ങളായി നിലനിൽക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. സൂരജ് സജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. സൂരജ്, ഇതെന്തായാലും ഇത് പരിഹരിച്ചാൽ മതിയാവുകയുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പോയ കാലങ്ങൾ പോലെ പല വിഷയങ്ങളെ പോലെ തന്നെ രാഷ്ട്രീയ വിഷയമൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഏത് രീതിയിലാണ് അതിൻ്റെ ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ് ആലോചിക്കുന്നത് സൂരജ്? തീർച്ചയായും ഹാഷ്മി, അത് തന്നെയാണ് ഇന്ന് LDFിൻ്റെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ അടക്കം ചൂണ്ടിക്കാണിച്ചത്. ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ വിഷയമായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ചട്ടനിർമ്മാണം വേണം എന്നുള്ളതാണ് സുനിൽകുമാർ അടക്കം ആവശ്യപ്പെട്ട്. തൊട്ടു പിന്നാലെ ഇത് സംബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും ഒരു പ്രതികരണം പുറത്തു വന്നിരുന്നു. അവരും പറയുന്നത് ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളിൽ കുറേ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിനകത്ത് ആനയൊക്കെ എഴുന്നള്ളിക്കുന്ന സമയത്ത് ഈ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന പ്രകാരം ആനകൾ തമ്മിൽ അകലം പാലിക്കുക എന്നുള്ളത് അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ തന്നെ ഇതിൽ ഒരു ഇടപെടൽ വേണമെന്നുള്ളതാണ് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് അടക്കം ആവശ്യപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം തിരുവമ്പാടി ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടത് ജല്ലിക്കെട്ട് മാതൃകയിൽ ഒരു നിയമനിർമ്മാണം വേണം എന്നൊരാവശ്യമായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവമ്പാടി ദേവസ്വവും മുന്നോട്ട് വെച്ചത്. ഈ സാഹചര്യത്തിലാണ് റവന്യൂ മന്ത്രി ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമായി രംഗത്തെത്തുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ചട്ട ഭേദഗതിയും അതോടൊപ്പം തന്നെ നിയമനിർമ്മാണം എന്നത് സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾ പല ധ്രുവങ്ങളിൽ നിന്ന് ശക്തമാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വരുന്ന മാസം തന്നെ ഒരു യോഗം ചേർന്നുകൊണ്ട് എന്തായിരിക്കണം ഈ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ തുടർ നടപടി എന്ന് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. വനമന്ത്രി നിലവിൽ സംസ്ഥാനത്തില്ല. വനമന്ത്രി അടുത്ത മാസം ആദ്യത്തോടുകൂടി കേരളത്തിലേക്ക് എത്തും. ആ സമയത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നുകൊണ്ട് ഈ ചട്ടഭേദഗതിയാണോ നിയമനിർമ്മാണമാണോ എന്നത് സംബന്ധിച്ച് വിശദമായ ചർച്ച ചെയ്യും. ഒരു പൂരക്കാലം തുടങ്ങാൻ പോവുകയാണ്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലടക്കം ഉത്സവം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ അടക്കം ഈ നിയന്ത്രണങ്ങൾ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം തൃപ്പൂണിത്തറയിൽ എഴുന്നള്ളിച്ചത് ആനകളെ നേരെയായിരുന്നു നിർത്തിയിരുന്നെങ്കിൽ അത് ഇത്തവണ ഒരു L ഷേപ്പിൽ കുറെ കൂടി അകലം പാലിച്ചുകൊണ്ട് ആനകളെ നിർത്തിക്കൊണ്ട് നിലവിൽ ഈ ഹൈക്കോടതി വിധിക്ക് എതിരാകാത്ത തരത്തിൽ പൂരം നടത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ അത് പല ക്ഷേത്രങ്ങളിലും പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ സർക്കാർ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഒരു ഉന്നതതല യോഗം വിളിച്ചുകൊണ്ട് അതിൽ പരിഹാരം തേടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത. ആഷ്മി, ഓക്കെ, സൂരജ് സജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.